हमको मिला। हम परमेश्वर को धन्यवाद करते കർത്താവിന്റെ ദാസി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇന്ന് കടന്നു വന്നതിന് വളരെ താങ്ക് യു. ഞങ്ങൾ വളരെ നന്ദിയോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ അറിയിച്ച എല്ലാ ആലോചനകളും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. വീണ്ടും ഹല്ലേലൂയ കർത്താവിന്റെ ശ്രേഷ്ഠ വചനം നിങ്ങൾ കൂടി കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത 45-50 മിനിറ്റ് കർത്താവിന്റെ വചനം പറയുവാനുള്ള സമയമുണ്ട്. ഹല്ലേലൂയ प्रभु का दासी के लिए पूरी कलीसिया अपने हाथ उड़ाकर उनको हल्लेलुया हल्लेलुया उनको स्वीकार करेंगे, उनको वंदन देंगे. आगे का समय प्रभु का दासी को हम देते हैं. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर का दी पवित्र नाम को महिमा मिले. ഇന്ന് ഈ വൈകുന്നേര സമയം പ്രിയപ്പെട്ട ശിവ പാസ്റ്ററും കുടുംബത്തോടുമൊത്ത് ഈ ദൈവസഭയോടൊത്ത് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം എന്റെയും ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु का दास और परिवार के साथ परमेश्वर की श्रेष्ठ वचनों को लेकर आप लोगों के साथ होने के लिए परमेश्वर ने मेरे जीवन में दिया हुआ उस अवसर के लिए मैं प्रभु को धन्यवाद करता हूँ. നീണ്ട വർഷങ്ങളായി ദൈവദാസനെയും കുടുംബത്തെയും ഞങ്ങൾക്ക് പരിചയമുണ്ട്. बहुत तेरे साल से हम ये प्रभु के दास और उनके परिवार को हम जानते हैं. ദൈവദാസനിലൂടെ ഈ സഭയെ കുറിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് നന്നായി അറിയാം. ये हम जो सेवकाई होते हैं हालेलुया प्रभु का दास और उनके परिवार का जो प्रभु ने इस्तेमाल करते हैं उनके बारे में हम अच्छे से हम जानते हैं. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് ദേവദാസനും കുടുംബവും ഈ സഭയും. हम लोगों अपना दिल से प्रार्थना करने वाला एक कलीसिया और उनका परिवार है प्रभु का दास और परिवार. ഞങ്ങളുടെ പേഴ്സണലായ പ്രയറിലും കുടുംബ പ്രാർത്ഥനയിലും ഓർക്കുന്ന ഈ സഭയെയും ഈ ദേവദാസനെയും കുടുംബത്തെയും മുഖാമുഖം നിങ്ങളിൽ ആരെയും ദേവദാസനെയും കുടുംബത്തെയും അല്ലാതെ ആരെയും കണ്ടിട്ടില്ല എങ്കിലും ഇന്ന് ഈ സൂമിൽ കൂടെ കാണുവാനും ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനും ദൈവം ഒരു അവസരം തന്നല്ലോ. प्रभु का दास के अलावा किसी को हम व्यक्तिगत रूप से नहीं देखा नहीं जानता, लेकिन आप लोगों का सबके बारे में जानकारी हम हमेशा मिलते रहते हैं. आप लोगों के साथ ये जूम मीटिंग के द्वारा बहुत दूर में रहकर मेरे को भी आपके साथ संगति करने का अवसर परमेश्वर ने दिया, इसलिए मैं प्रभु को धन्यवाद करता हूँ. നാം വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളോട് എല്ലാവരോടും ഇന്ന് രാത്രികാലം ഹൃദ്യമായി ഇടപെടുവാൻ ഇടയാകട്ടെ. हम जब प्रभु की वचन के मनन करेंगे तो परमेश्वर हमारे सबके साथ बात करने पाए. നാം പാടിയതുപോലെ നമ്മുടെ ദൈവം എന്നും ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. हम जिसे गीत गाया हमारा प्रभु परमेश्वर जीवित परमेश्वर है. ഈ ദൈവം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല തന്റെ പ്രവൃത്തികളൊക്കെയും ചെയ്യുക. हमारा परमेश्वर जैसे हम सोचते हैं उस रीति से नहीं अपनी कार्यों को करता. നാം നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. हम अपनी छोटे बुद्धि से छोटे दिमाग से हम हमेशा सोचता है प्रभु मेरे जीवन में इस तरीके से काम कर दिया तो अच्छा होता. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് സർവശക്തനായ ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുക. हम जैसे सोचते हैं उससे बहुत अलग रीति से परमेश्वर अपनी कार्यों को बनाता है. ഉദാഹരണമായി പറഞ്ഞാൽ തന്റെ ഇസ്രായേൽ ജനത്തിന്റെ പിതാവായി ദൈവം തിരഞ്ഞെടുത്തത് ജാതീയനായ വിഗ്രഹാരാധിയായ ഒരു അബ്രഹാമിനെയാണ്. हम देखे हैं आज दुनिया का सबसे श्रेष्ठ जाति जिसको बोलता है जो इसराइल को उनको हालेलुया प्रभु ने हालेलुया उनका पिता करके जो चुना हुआ व्यक्ति है अब्राहम, वो जो मूर्ति का बनाने वाला मूर्ति पूजा करने वाला एक व्यक्ति को श्रेष्ठ जातियों का पिता करके प्रभु ने अलग किया है. മാനുഷികമായി നാം ചിന്തിച്ചാൽ നമ്മളാണെങ്കിൽ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുകയില്ല. अगर हम मानुषिक रीति से सोचता तो कभी भी ऐसा एक व्यक्ति को हम कभी नहीं चुन लेता. അബ്രഹാമിനൊരു സന്തതിയെ ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അബ്രഹാമും സാറായും ഹാഗാറും കൂടി മാനുഷിക രീതിയിൽ ഒരു ഇസ്മായേലിനെ ജനിപ്പിച്ചു. हम देखे हैं जब अब्राहम के लिए प्रभु ने वायदा किया मैं तुमको एक संतान दूंगा, जब बोला है तो तब बहुत बुढ़ापा हो गया तो सारा का बुद्धि में एक ऐसा विचार आया कि उन्होंने मानसिक बुद्धि से अपनी दासी हाजिरा के द्वारा एक संतान को उत्पादन किया. എന്നാൽ മച്ചിയായിരുന്ന സാറായിൽ ദൈവം പ്രവർത്തിച്ച് ഒരു വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ നൽകി. हम देखे हैं 90 साल का एक बुढ़िया कभी बच्चा ना हुआ था, बांस थी, उस बांस के द्वारा प्रभु ने एक वैद्य का संतान को उत्पन्न किया.
മാനുഷികമായി ചിന്തിച്ചാൽ ഒരു മക്കളുള്ള വീട്ടിൽ മൂത്തയാൾക്കാണ് ജ്യേഷ്ഠാവകാശം. अगर हम मानुषिक रीति से सोचता है तो उस घर का सबसे बड़े व्यक्ति बच्चे कौन होते हैं? उन्हीं को होते हैं हालेलुया पहलोटा का स्थान. ഇസ്ഹാക്കിന് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. जब इसहाक को दो बच्चे पैदा हुआ, एसा और याकूब, तब परमेश्वर ने बोला बड़ा छोटे का अधीन रहेगा. നാം കാണുന്നു, ദൈവം പറഞ്ഞതുപോലെ ജ്യേഷ്ഠസ്ഥാനം, ആ അവകാശം യാക്കോബിന് ലഭിച്ചു. ഏശാവ് യാക്കോബിനെ സേവിക്കുവാനിടയായി. हम देखे हैं वचन के अनुसार एसा हमेशा याकूब का अधीन रहा. हालेलुया पहले उठे का स्थान याकूब, छोटा बच्चा याकूब को मिला. ഞാൻ പറഞ്ഞതിന്റെ എല്ലാം സാരം, നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. हम जैसे सोचते हैं वैसे नहीं परमेश्वर अपने कार्यों को करता. यही है मेरा बोलने का मतलब. എന്റെ ഇന്നത്തെ വചനവും അതിനോടനുബന്ധിച്ചാണ്. आज मैं जो बोलने के लिए जो जा रहा हूं वो वचन भी उसी के अनुसार मैं बोलना चाहता हूं. നാം ഇന്ന് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായ ഭാഗത്തിൽ നിന്നാണ്. हालेलुया मैं आज ध्यान करने के लिए प्रभु ने मुझे प्रेरणा दिया हुआ वचन है उल्पत्ति का किताब 37वां अध्याय से लेकर आगे को. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4/1 വരുന്ന ആ ഭാഗത്ത് उल्पत्ति पुस्तक का 1/4 भाग 37 से लेकर 50 तक आते हैं. ജോസഫിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. यूसुफ जो याकूब का सबसे छोटे संतान है, उन्हीं के बारे में वहां बताया हुआ है. ആ ഭാഗങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് എന്റെ മെസ്സേജിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞ് കടന്നു പോവുകയാണ്. मैं उस वहां का सब विवरण में नहीं देना चाहता, लेकिन प्रभु ने मुझे दिया हुआ संदेश के अंदर जो जो भाग आते हैं उसको मैं आपके सामने समझाकर आगे बढ़ना चाहता हूं. 37-ാം അധ്യായത്തിൽ നാം കാണുന്നത് 17 വയസ്സുള്ള ജോസഫിനെയാണ്. हम 37वां वचन में अध्याय में हम देख सकता है हालेलुया 17 साल का यूसुफ को हम देखते हैं. ജോസഫ് അവിടെ 2 സ്വപ്നങ്ങൾ കാണുകയാണ്. यूसुफ वहां 2 स्वप्न देख रहा है. ആ സ്വപ്നം നിവൃത്തിയാകുന്നത് 22 വർഷങ്ങൾക്ക് ശേഷമാണ്. अपना स्वप्न जो पूर्तिकरण होता है आगे 22 साल के बाद वो स्वप्न पूर्ण रीति से पूर्तिकरण होते हैं. അവിടെ നാം കാണുന്നത് 17-ാം വയസ്സിൽ സ്വപ്നം കണ്ട ജോസഫ് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കുണ്ടറയിൽ നിന്ന് ഇറക്കപ്പെട്ട് ക്ഷൗരം ചെയ്യിച്ച് കുളിച്ച് ഫറവോന്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തപ്പെടുന്നത്. हालेलुया हम 17 साल में स्वप्न देखा हुआ यूसुफ को उसका 13 साल के बाद हालेलुया उसका हालेलुया बंदी गृह से निकाल कर उसको दाढ़ी बनाकर उसको सब कुछ कराकर सुंदर अच्छे वस्त्र पहनाकर राजा, उस समय का मिस्री का राजा था, फरवो के सामने खड़ा करता है. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ജോസഫ് അതിനുശേഷം പിന്നെയുള്ള 7 വർഷങ്ങൾ സമൃദ്ധിയുടെ വർഷങ്ങളായിരുന്നു. जो स्वप्न जो विवरण किया हुआ यूसुफ को आगे जो 7 साल हालेलुया एकदम समृद्धि का वर्ष था. പിന്നീടുള്ള 7 വർഷം ക്ഷാമത്തിന്റെ വർഷങ്ങളായിരുന്നു. आगे 7 साल बड़े अकाल का वर्ष था. 45-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നു, ക്ഷാമത്തിന്റെ 2-ാം വർഷത്തിലാണ് ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. हम देखे हैं उसका 45वां अध्याय में हालेलुया हम देखते हैं यूसुफ अपनी भाई खुद का भाई लोगों को अपने आप को प्रकट कराते हुए देख सकता है. അങ്ങനെയാണ് 22 വർഷം കഴിഞ്ഞാണ് ആ സ്വപ്നങ്ങളുടെ അർത്ഥം പോലെ സഹോദരന്മാർ ജോസഫിനെ വന്ന് വണങ്ങുവാൻ ഇടയാകുന്നത്. हम देखे हैं आगे 22 साल के बाद हालेलुया प्रभु का बेटा यूसुफ का भाई लोग आकर यूसुफ को दंडवत करते हैं. സ്വപ്നം സുന്ദരമായിരുന്നു, स्वप्न बहुत अच्छे थे, എന്നാൽ 22 വർഷത്തിന് ശേഷം അത് നിവൃത്തിയാകുന്നതിന്റെ ഇടയ്ക്ക് ജോസഫ് കടന്നുപോയ അനുഭവങ്ങൾ സുന്ദരമായിരുന്നില്ല. वो स्वप्न जो पूर्तिकरण होने का हालेलुया जो स्वप्न जो पूर्तिकरण होने के लिए जो समय लगाया था वो जो 22 साल वो यूसुफ के लिए अच्छे नहीं थे.
ദൈവം എന്താണ് തന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ജോസഫിന് ഒന്നും മനസ്സിലായിട്ടും ഉണ്ടാവില്ല ആ സമയത്ത്. जब ये जो 22 साल के बीच में यूसुफ कभी नहीं सोचा परमेश्वर मेरे साथ क्या करने जा रहा है, क्या कर रहा है करके, कभी वो बच्चे का जीवन में समझ में नहीं आया होगा. സ്വപ്നം കണ്ട ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് കടന്നുപോയ ചില അനുഭവങ്ങൾ ഞാൻ ഓർപ്പിക്കാം. जो स्वप्न देखा हुआ यूसुफ का जीवन का कुछ एक बातों को मैं आपके सामने याद दिलाना चाहता हूं. തന്റെ സഹോദരന്മാരുടെ പക, अपना भाई लोगों का जो बैर है, അവരുടെ വിദ്വേഷം, ശാസന, അസൂയ, उनका जो विरुद्ध जो क्रोध है और जो उनका जलन है, അവരുടെ ദുരാലോചന, മരുഭൂമിയിലെ കുഴി, उनका गलत सोच और मरुस्थल का बहुत बड़ा कुआं, അടിമത്തം, കാരാഗൃഹം, उनका गुलामी और बंदीगृह, സ്വന്തം ബന്ധങ്ങളെ കുറിച്ചുള്ള ചിന്തയാൽ ഏകാന്തത അനുഭവിച്ച അന്യരാജ്യത്തുള്ള ഒരു ജീവിതം, अपने बंधुओं के बारे में सोचते सोचते दूसरी देश में जाकर जो रहना, താൻ സേവിച്ച പോത്തീഫറിന്റെ കൈവിടൽ, जो सबसे ज्यादा प्रेम करके अपना घर समझकर जो हालेलुया घर के अंदर रहा हुआ पोतीफर का घर से उनको वहां से भगा देना, താൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്ത പാനപാത്രവാഹകന്മാരുടെ പ്രമാണി തന്നെ മറന്നു കളഞ്ഞത്. हम देखे हैं वहां हालेलुया जिन्होंने स्वप्न को जो प्रभु का दो दास लोग है जो बंदी गृह में आए थे, उनको दोनों का स्वप्नों को उन्होंने विवरण किया. उसमें से एक प्रमाण उसका मुखिया को राजा ने उसको दोबारा उधर बैठाएंगे करके बोला. उसका स्वप्न जैसे व्याख्यान किया, विवरण किया, उसी जैसा पूरा हुआ, लेकिन वो भूल गया वो चिंताएं. ഇങ്ങനെ അല്പമൊന്നുമല്ല ജോസഫ് ആ 22 വർഷക്കാലം കടന്നുപോയ അനുഭവങ്ങൾ. हालेलुया हम देखे हैं हालेलुया इतना छोटी छोटी बातें नहीं है. बीच में 22 साल यूसुफ जो अपने जीवन में अनुभव किया हुआ समय, ഈ 22 വർഷത്തിന്റെ അവസാനം എല്ലാം നല്ലതായി വന്നുവെങ്കിലും 22 വർഷത്തിനുള്ളിൽ ജോസഫ് ഒത്തിരി അനുഭവിക്കുവാനിടയായി. ये 22 साल के बाद यूसुफ के जीवन में सब कुछ अच्छे हुआ है, लेकिन इतनी 22 साल में अपनी छोटे 17 साल बचपन में से ये 22 साल आगे कितना समय हुआ आप सोच सकते हो. हालेलुया 39 साल तक ये बेटा अपने उम्र का 39 साल तक बहुत बड़े बुरे अनुभव के द्वारा अपना जीवन बिताया. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. हम अपने जीवन की ओर एक बार मुड़ेंगे. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ എവിടത്തോളമാണ് നാം എത്തി നിൽക്കുന്നത്? प्रभु ने हमारे जीवन में दिया हुआ कौन सी वायदा में हम अभी तक पहुंचा है? ജോസഫിനെ പോലെ ആ ആദ്യ വർഷങ്ങളിലാണോ അതെയോ അതിന്റെ പകുതിയാണോ എത്തി നിൽക്കുന്നത്, അതെയോ 22 വർഷത്തോളം നമ്മളോട് ദൈവം അരുളി ചെയ്തിരിക്കുന്നതിന്റെ അവസാന ഭാഗത്തോളം നാം എത്തിയോ? यूसुफ को जैसे बोला उनका बीच में है या अंत में है. आपका जीवन में परमेश्वर ने प्रभु का दास लोगों के द्वारा वचन के द्वारा जो वायदा किया है उनसे कौन सी भाग में आप अभी खड़ा है? ഈ ദൈവത്തെ പിൻപറ്റിയിട്ട് നാം നമ്മുടെ വീട്ടുകാരാൽ സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടിരിക്കുകയാണോ? अभी भी आप प्रभु यीशु मसीह को पीछा होने के वजह से आपकी पारिवारिक सहित लोगों के द्वारा आप हालेलुया दूर है या आप उनसे हालेलुया उनकी बैर में है क्या? മരുഭൂമിയിലെ കുഴിയുടെ അവസ്ഥയിലാണോ? मरुस्थल का हालेलुया कुआं की जीवन है क्या आपका जीवन में? ചെയ്യാത്ത കുറ്റം നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണോ? आप जो नहीं किया हुआ हालेलुया दोष को आपके ऊपर लगाया हुआ है क्या? സഹായിച്ചവരാൽ നാം മറന്നു പോകപ്പെട്ടിരിക്കുകയാണോ? आपने जिसको मदद किया है उनके वो लोग आपको बदले में मदद करेंगे सोचा था, हालेलुया उनके द्वारा भूला हुआ है क्या? ഒരുപക്ഷെ നിങ്ങൾ എവിടെയായിരിക്കുന്നു, ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം. हो सकता है आपको याद आ रहा होगा आप कौन सी जगह में हैं करके. മറ്റു ചിലർക്ക് നിത്യത വരെയും അത് മനസ്സിലായില്ല എന്ന് വന്നേക്കാം. कुछ एक लोगों को वो अनंत काल का जीवन पाने तक हो सकता है उसके बारे में समझ में भी नहीं आया होगा.
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം നമുക്കൊരു വിശദീകരണം തരണമെന്നില്ല. आपके जीवन में हमेशा हर बात के लिए कभी भी प्रभु हर एक चीज के लिए एक विवरण देना कोई जरूरी नहीं है. പക്ഷെ ദൈവത്തിന്റെ വചനം ഒന്ന് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. लेकिन प्रभु की वचन कहता है मेरी धर्मी विश्वास के साथ जीवित रहेगा. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും അതെന്തിന് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും आज अगर आपके जीवन में कौन कौन सी बातों में से आप जो सहन नहीं सह सकता, वैसी बुरी बातों में जब आप सामना करते हैं आपको कभी समझ में नहीं आता आगे क्या होगा. ദൈവസന്നിധിയിൽ ദൈവ പദ്ധതിക്കുള്ളിൽ നാം നിൽക്കുന്നുവെങ്കിൽ, अगर आप प्रभु की वचन के अनुसार प्रभु की संगति के अंदर प्रभु की उपस्थिति में अगर आप रुक जाता है तो മനസ്സിൽ കയ്പ് കൂടാതെ ജോസഫിനെ പോലെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ, आप अपने मन के अंदर कड़वापन के बिना यूसुफ की तरह निष्कलंक और हालेलुया निर्मल की तरह अगर आप रहेगा तो നിത്യതയിൽ എത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. आपको अनंत काल का जीवन तक पहुंचाने के लिए हमारा परमेश्वर काफी है. ദൈവത്തെ നാം മുഖാമുഖം കാണുമ്പോൾ സകലവും നമ്മുടെ ജീവിതത്തിൽ നടന്നത് നമുക്ക് മനസ്സിലാകും. आप जब प्रभु परमेश्वर को अपनी मुहामुह आप जब देखेगा आपको पता चल जाएगा आपके जीवन में जो भी कार्य हुआ है वो इस बात के लिए था, उसी दिन आपको पूर्ण रूप से पता चलेगा. നമ്മുടെ ദൈവത്തിന്റെ കണ്ണിൽ നാം എല്ലാവരും വിലയേറിയവരാണ്. हमारा प्रभु का सामने हम सब बहुत कीमत वाला लोग है. തന്റെ പുത്രന്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ് ദൈവം നമ്മെ. हालेलुया, अपना इकलौता पुत्र यीशु मसीह का हालेलुया दिल का हालेलुया लहू से हमको उद्धार दिया हुआ है हमारा पिता परमेश्वर. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. हम एक एक व्यक्तियों से प्रभु का एक बहुत बड़ा योजना है. എന്നെ കുറിച്ചുള്ള പദ്ധതി അല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. मेरे ऊपर जो योजना प्रभु ने रखा उस तरीके का योजना नहीं, आपके ऊपर यो योजना. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ നമ്മൾ ഒരു വൃത്തമായി സങ്കല്പിച്ചാൽ അതിന്റെ സെന്ററിൽ ആയിരിക്കണം എപ്പോഴും നമ്മൾ ഓരോരുത്തരും. हालेलुया, अगर प्रभु ने एक एक व्यक्तियों के ऊपर एक एक योजना अगर रखा है तो हालेलुया उस योजना का बीच में होना चाहिए हम. ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. यूसुफ के जीवन से प्रभु हमारे जीवन को शिक्षा देने वाला 3 बातों को मैं आपके सामने रखना चाहता हूं. 2 സ്വപ്നങ്ങളിലൂടെ ദൈവം ജോസഫിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ജോസഫിനെ അറിയിച്ചു. 2 सफर का द्वारा प्रभु ने हालेलुया परमेश्वर की योजना को यूसुफ को प्रकाश करा दिया. അത് പൂർത്തിയാകുവാൻ 22 വർഷങ്ങൾ എടുത്തു. उसको पूर्तिकरण करने के लिए 22 साल यूसुफ का जीवन में लिया. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ദൈവം നമ്മളെ അറിയിക്കും. हमारे जीवन के ऊपर परमेश्वर की क्या योजना है, ये योजना प्रभु पक्का हमारे जीवन में प्रकाश करेगा, इसमें कोई शक नहीं है. അത് സ്വപ്നത്തിലൂടെയാകാം, ദർശനത്തിലൂടെയാകാം, വചനത്തിലൂടെയാകാം, പ്രവചനത്തിലൂടെയാകാം. हो सकता है वो स्वप्न का द्वारा हो सकता है आपका दर्शन का द्वारा हो सकता है परमेश्वर का वचन का द्वारा हो सकता है आपको भविष्यवाणी के द्वारा हो. ആ പദ്ധതി എപ്പോൾ, എങ്ങനെ, എന്ന്, എവിടെ വെച്ച് നിവൃത്തിയാകും എന്ന് നമുക്കറിയത്തില്ല എങ്കിലും अगर आप कभी ये नहीं सोचे कि ये मेरे ऊपर परमेश्वर की योजना किस जगह पर कैसे पूरा होगा करके कभी आप नहीं जानता है, फिर भी ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം തക്ക സമയത്ത് അത് നിവർത്തിക്കും. अगर आप प्रभु के सामने प्रभादारी के साथ अगर रहेगा तो सही समय पर प्रभु आपके लिए वो कार्य को पूरा करेगा. ജോസഫ് ഏകനായിരുന്നുവെങ്കിലും എപ്പോഴും കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും കൃതാർത്ഥനായിരുന്നു എന്ന് നാം വായിക്കുന്നു. हालेलुया, वहां हम देख सकता है यूसुफ बड़े परेशानी के द्वारा जीवन को सामना किया लेकिन कहीं भी डगमगाया नहीं, बने रहा प्रभु में.
അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം അവസ്ഥകൾ കടന്നു വന്നാലും ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ കൃതാർത്ഥരായി എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ബോധത്തോടെ ഇരുന്നാൽ ദൈവം നമ്മെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നടത്തും. अगर प्रभु की योजना अगर आपके जीवन में अगर पूरा होना है तो परमेश्वर की वचन के अनुसार प्रभु में अगर आप बने रहेगा तो बिना डगमगाते हुए बिना घबराते हुए प्रभु का नाम लेते हुए अपना जीवन को हालेलुया अगर बना कर रखेगा तो प्रभु आपका जीवन में जो दिया हुआ वायदे को पूर्तिकरण करेगा. രണ്ടാമതായി നാം ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യം, दूसरी बात जो यूसुफ का जीवन से हमको ये शिक्षा मिलता है, 22 വർഷത്തിന് ശേഷം തന്നെ തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുന്ന സമയത്ത് ജോസഫ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 22 साल के बाद जब अपनी भाई लोगों के सामने अपने आप को प्रकट कराते वक्त उनसे यूसुफ एक वचन कहता है. 45 അധ്യായം 7-8 വാക്യങ്ങളാണത്. 45वां अध्याय 7 और 8 वचन है. അവിടെ ജോസഫ് പറയുന്നു, നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. हालेलुया. वहां यूसुफ कहता है, तुम लोगों की वजह से नहीं मैं यहां पहुंचा, परमेश्वर ने तुम्हारे लिए हालेलुया तुम्हारे आगे मुझे भेजा है. ദോഷികളായ സഹോദരന്മാരിലൂടെ ദൈവം തന്റെ പദ്ധതി ചെയ്തെടുക്കുകയായിരുന്നു എന്നൊരു പൂർണ്ണ ബോധ്യം ജോസഫിനുണ്ടായിരുന്നു. हालेलुया. गलत भाई लोगों के द्वारा परमेश्वर अपना हालेलुया वायदे को यूसुफ के जीवन में पूरा कर रहा था. ये यूसुफ का जीवन में एक अच्छे से विचार था. സഹോദരന്മാർ ജോസഫിനെ അടിമയായി വിറ്റ് പക തീർത്തപ്പോൾ ദൈവം അതേ സഹോദരന്മാരെയും കുടുംബങ്ങളെയും രക്ഷിക്കുവാൻ ജോസഫിനെ ഈജിപ്തിലേക്ക് അയക്കുകയായിരുന്നു. अपना भाई लोगों के द्वारा हालेलुया यूसुफ को हालेलुया मिद्यानी लोगों को बेच डाला था, लेकिन वही हालेलुया भाई लोगों को छुटकारा देने के लिए परमेश्वर ने उसी यूसुफ को उनके बीच में खड़ा किया. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞത്, നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടേക്ക് അയച്ചത്. इसलिए यूसुफ ने कहा हालेलुया तुम लोग नहीं, हालेलुया परमेश्वर ने मेरे को ये जगह पर भेजा है. നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയുവാൻ കഴിയുമോ? നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുന്നവരെ നോക്കി നമുക്ക് പറയുവാൻ കഴിയുമോ, നിങ്ങളല്ല ദൈവം അനുവദിച്ചിട്ടത്രേ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? आप ये बोल सकता है क्या? अगर आपके जीवन में कोई भी बुरे काम करते वक्त उनसे ये बोले, देखो मैं हालेलुया आज जो अनुभव से जा रहा हूं हालेलुया ये आपकी गलती नहीं है, ये परमेश्वर की योजना था, इसलिए आपके जीवन से मेरे जीवन में हुआ है. ദൈവത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമാണ്! परमेश्वर का मार्ग बहुत श्रेष्ठ मार्ग है. അവിടുത്തെ പദ്ധതികൾ, പ്ലാനുകൾ എത്ര ശ്രേഷ്ഠമാണ്! वहां का योजना है बहुत बड़े हैं. യെശയ്യാവ് 55:9 നാം ഇങ്ങനെ വായിക്കുന്നു, यशायाह नबी हालेलुया 55:9 में हम इस तरीके से पढ़ते हैं, ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ पढ़िए, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. हालेलुया 55:9 पढ़िए. क्योंकि मेरी और तुम्हारी गति में और मेरे और तुम्हारे सोच विचारों में आकाश और पृथ्वी का अंतर है. आमीन. ആകാശം ഭൂമിയിൽ നിന്നും എത്രയോ ഉയരത്തിലാണ്, അതുപോലെയാണ് നാം ചിന്തിക്കുന്നതിലും നമ്മുടെ വഴികളിലും അത്രത്തോളം ശ്രേഷ്ഠമായ ഉയർന്ന വഴികളാണ് ദൈവത്തിൻ്റെത്. आकाश आसमान हमारे से कितने ऊंचे जगह में है ये हमको वर्णन नहीं कर सकता. प्रभु का वचन कहता है परमेश्वर का जो विचार है हमारे ऊपर वो इतना ऊंचा विचार है करके पवित्र वचन हमको हालेलुया बता रहा है. ജോസഫ് തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ തന്നെ അതേ ആംഗിളിൽ കണ്ടതുകൊണ്ടാണ് പറയാൻ കഴിഞ്ഞത്, നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത് എന്ന്. हालेलुया परमेश्वर की आंखों के द्वारा हालेलुया यूसुफ ने हालेलुया अपना जीवन की बातों को विचार किया, इसलिए उनको अपना भाई लोगों के सामने बोल पाया, आप लोग नहीं मुझे यहाँ भेजा, परमेश्वर ने आपके लिए मुझे यहाँ भेजा गया करके बोला. നമുക്കും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അങ്ങനെ നോക്കുവാൻ, അങ്ങനെ പറയുവാൻ കഴിയുമോ? हमारे जीवन की हर एक दशा में
इस तरीके से अगर हम बोल पाए तो हम लोग बहुत धन्य हो जाएंगे। നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആക്സിഡന്റലായി യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. हमारा जीवन में कोई भी चीज विपत्ति का द्वारा नहीं होता। നമ്മുടെ ദൈവം പരമാധികാരിയാണ്. हमारा परमेश्वर हालेलुया सर्वशक्तिमान प्रभु है। അസൂയപ്പെടുന്ന സഹോദരന്മാരുടെ മേൽ, जो व्यक्ति आपके बैर रखा है उन लोगों के हमने- प्रति, നമ്മെ തെറ്റിദ്ധരിക്കുന്നവരുടെ മേൽ, हमारे बारे में विरुद्ध सोचने वाले के ऊपर, നമ്മെ അപമാനിക്കുന്നവരുടെ മേൽ, आपको अपमान देने वाले के ऊपर, കാരാഗൃഹത്തിന്റെ അവസ്ഥയിൽ നമ്മളെ ആക്കുന്നവരുടെ മേൽ, जो बंदी गृह की अवस्था में जो आपको लेकर खड़ा करता है उनके ऊपर, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്ഷാമത്തിനുമേൽ, हमारे जीवन में हम सामना करने वाला अकाल के ऊपर, നമ്മളെ മറന്നു കളയുന്നവരുടെ മേൽ हमको जो भूल जाता है उनके ऊपर, നമ്മുടെ ദൈവം പരമാധികാരിയാണ്. उनके ऊपर हमारा प्रभु परमाधिकारी है, सबसे श्रेष्ठ अधिकार रखने वाला है। അവിടുന്ന് സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. वो परमेश्वर सर्वज्ञानी है, सर्वव्यापी है और सर्वशक्तिमान है। മൂന്നാമതായി ജോസഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് तीसरी बात, यूसुफ का जीवन हमको ये शिक्षा देता है। ഉൽപ്പത്തി 50 അധ്യായം 20 വാക്യം. उत्पत्ति 50 का 20वां वचन। അവിടെ നാം വായിക്കുന്നത്, അതിന്റെ മലയാളം ട്രാൻസ്ലേഷനേക്കാൾ അതിന്റെ അർത്ഥം കൃത്യമായിരിക്കുന്നത് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ്. ഹിന്ദി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിൽ പറയുന്നത്, യു മെന്റ് ഈവിൾ അഗെയിൻസ്റ്റ് മീ. पढ़िए 50 का। यद्यपि तुम लोगों ने मेरे लिए बुराई का विचार किया था, परंतु परमेश्वर ने उसी बात में भलाई का विचार किया, जिससे वो ऐसा करे जैसा आज के दिन प्रकट है कि बहुत से लोगों के प्राण बचे हैं। आमीन। അപ്പന്റെ മരണശേഷം പേടിച്ച് ക്ഷമ ചോദിക്കുന്ന സഹോദരന്മാരോടാണ് ജോസഫ് പറയുന്നത്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. अपना पिता याकूब हालेलुया बाशान देश में, मिस्री देश में आकर कुछ साल के बाद मृत्यु पा जाता है। तब यूसुफ के बारे में अपनी भाई लोगों को बहुत डर आ गया, क्योंकि अभी पापा चला गया, अभी ये मेरे जीवन के हमारे जीवन के ऊपर ये गलत विचार करेगा। तब उन्होंने उन लोगों को उत्तर दे रहा है, तुम लोगों ने मेरे लिए बुराई का विचार किया था। നിങ്ങൾ എനിക്കെതിരെ ദോഷം പ്ലാൻ ചെയ്തു, എന്നെ വിറ്റുകളഞ്ഞു. तुम लोग मेरे विरुद्ध में बुराई विचार किया और मुझे बेच डाल दिया। എന്നാൽ അതേ അളവിൽ എന്റെ ദൈവം എനിക്ക് നന്മ ചിന്തിച്ചു, ആലോചിച്ചു, പ്ലാൻ ചെയ്തു. लेकिन परंतु परमेश्वर ने उसी बात भलाई का मेरे लिए विचार किया। परमेश्वर ने अच्छे भले मेरे को बना दिया। എന്നെ ഇസ്മായില്യർക്ക് വിറ്റത് എന്റെ ദൈവമാണ്. हालेलुया, मुझे इस्राएल मिस्री लोगों के ऊपर बेच डाला मेरा परमेश्वर है। നിങ്ങൾ എന്റെ ദോഷത്തിനായി ഇത് ചെയ്തു. आप लोग मेरे जीवन में मेरे विरुद्ध बुराई के लिए ये कार्य किया। എന്നാൽ എന്റെ ദൈവം എന്റെയും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി അത് ചെയ്തു. मेरा परमेश्वर ये बात आपको और बहुत लोगों को प्राण को बचाने के लिए कार्य किया। ദൈവം 22 വർഷം കൊണ്ട് എനിക്ക് തന്ന സ്വപ്നം എന്റെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം രക്ഷയ്ക്കായി പൂർത്തീകരിച്ചു. 22 साल जो मैंने अनुभव किया बुरे बातों को, वो लेकिन मैं हालेलुया खत्म नहीं हुआ। वो हमारी कुटुंब को और बहुत सारे लोगों को जीवन के लिए उन्नति की कारण बना दिया। वो ഈ മനോഹര വാക്യം ഉൽപ്പത്തി 50:20 നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. उत्पत्ति का किताब 50 अध्याय उसका 20वां वचन आप अपने जीवन में कभी ना भूलने पाए। മറ്റുള്ളവർ നമുക്ക് വേണ്ടി ദോഷം വിചാരിക്കുന്ന കാര്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി തീർക്കും. जो बाहर का लोग आपके विरुद्ध में जो बुरे के लिए सोचते बात, परमेश्वर वो आपके लिए भलाई के लिए उत्पन्न करता है। മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തോന്നുന്നത് പോലെ ചെയ്യും. मनुष्य अपने जीवन में अपनी मर्जी के अनुसार कार्य करता है। അതൊന്നും നമ്മുടെ ദൈവത്തെ അത്ഭുതപ്പെടുത്തത്തില്ല.
वो कोई भी कार्य हमारी परमेश्वर के लिए बड़ी बात नहीं है। എല്ലാം മുന്നമേ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. हमारे परमेश्वर सब चीजों को पहले से जानने वाला प्रभु है। ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ എല്ലാം മേൽ ഒരു പരമ അധികാരം ദൈവത്തിനുണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന സകല കാര്യങ്ങളുടെ മേലും ഒരു പരമാധികാരം നമ്മുടെ ദൈവത്തിനുണ്ട്. हालेलुया। यूसुफ का जीवन में जिस तरीके से जो कुछ भी बातें हुआ उसके ऊपर परमेश्वर ने एक अधिकार इस्तेमाल किया। हे प्रभु का दासो दासियों बच्चे लोगों आज वचन सुनने वालों, आप सुनो, आपके जीवन में जो भी बातें होते हैं उसके ऊपर एक प्रभु की अधिकार का हाथ है, ये आप कभी ना भूले। നമ്മുടെ ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇൻചാർജ്. हालेलुया। हमारी जीवन की अधिकार हमारी परमेश्वर है। അതെനിക്ക് വചനത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയും. मैं उसके बारे में वचन के अनुसार आपको बताना चाहता हूँ। സങ്കീർത്തനം 105:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. हम भजन संगीता 105 का 105 സങ്കീർത്തനം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ 105 का 16 से 19 तक पढ़ेंगे। അവിടെ നാം കാണുന്നു ദേശത്ത് ക്ഷാമം വരുത്തിയത് ദൈവമാണ്. वहां ये लिखा है देश में अकाल लाया परमेश्वर ने लाया। पढ़िए 16 वचन से पढ़िए। फिर उसने उस देश में अकाल भेजा और अन्न के सब आधार को दूर कर दिया। उसने यूसुफ नामक एक पुरुष को उनसे पहले भेजा था जो दास होने के लिए बेचा गया था। लोगों ने उसके पैरों में बेड़ियां डालकर उसे ढक दिया। वह लोहे की सवालों से जकड़ा गया। जब तक कि उसकी बात पूरी ना हुई तब तक यहोवा का वचन उसे कसौटी पर कसता रहा। आमीन। അവർക്ക് മുൻപായി ആ ദേശത്തേക്ക് ജോസഫിനെ അയച്ചത് ദൈവമാണ്. हालेलुया। वहां हम देख सकता है इस्राएली लोग याकूब को और उनके संतान से पहले मिस्री देश में हालेलुया परमेश्वर ने यूसुफ को भेजा। ദൈവം അനുവദിച്ചിട്ടാണ് ജോസഫിന് കഷ്ടം വന്നത്. परमेश्वर की योजना था यूसुफ की जीवन में कठिनाइयां आए। ദൈവം കൊടുത്ത സ്വപ്നം ദൈവം തന്നെ നിവർത്തിച്ചു. यूसुफ को परमेश्वर ने दिया हुआ सपना परमेश्वर पूरा किया। ക്ഷാമവും കഷ്ടവും ശോധനയും നൽകിയ ദൈവം തന്നെ അതിലൂടെ തന്റെ പദ്ധതി നിവർത്തിച്ച് അവരെ കുടുംബമായ ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷയിലേക്ക് സമൃദ്ധിയിലേക്ക് നടത്തി. अकाल और हालेलुया कष्टता और परेशानियां डाला हुआ परमेश्वर उनके द्वारा प्रभु ने उनको समृद्धि में लेके आ गया। തിരഞ്ഞെടുക്കപ്പെട്ട വലിയ ഒരു ജാതിയായ ഇസ്രായേലിനെ മാറ്റി. चुने हुआ एक वंश की तरह इस्राएली जनों को प्रभु ने बनाया। ബൈബിളിൽ ഉടനീളമുള്ള ദൈവ പ്രവൃത്തി ഇങ്ങനെയാണ്. हम देख सकता है परमेश्वर की पवित्र वचन के अंदर जो कुछ भी प्रभु की योजनाएं इसी तरीके से हैं। നമ്മുടെ എല്ലാം ജീവിത കഥ ഇങ്ങനെ തന്നെയാണ്. हमारा जीवन का सबका कहानी इसी तरीके से है, इसलिए आप प्रभु में बने रहो। ഈ കൊറോണ കാലവും അങ്ങനെ തന്നെ. हालेलुया। ये कोरोना समय भी आप डगमगाए नहीं, प्रभु में स्थिर रहे, यही उसी जैसा ही है। തന്റെ പദ്ധതി നടപ്പിലാക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്മേലെല്ലാം ഉണ്ട്. प्रभु की योजनाएं पूरा करने वाला एक हाथ ये सभी चीजों के ऊपर है। പിശാച് ദോഷമായി നിരൂപിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. शैतान हमेशा बुरे के लिए जो कुछ भी सोचता है, लेकिन हमारी परमेश्वर सब भलाई के लिए उत्पन्न करता है। അതുപോലെ ഈ ജോസഫിന്റെ ജീവിതം പോലെ തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ ജീവിതവും. ये यूसुफ की जीवन की जैसा ही है हमारा प्रभु यीशु मसीह का जीवन भी। കർത്താവിനെതിരെ ദോഷം നിരൂപിച്ചവരുടെ പ്രവൃത്തികളെ यीशु मसीह के विरुद्ध जिन्होंने बुराइयों सोचा था, ക്രൂശുമരണം പ്ലാൻ ചെയ്ത അവരുടെ പദ്ധതികളെ മാനവകുലത്തിന്റെ രക്ഷയാക്കി ദൈവം തീർത്തു. क्रूसीकरण जो मृत्यु प्रभु यीशु मसीह को दिया, वो योजनाएं प्रभु मानव कुल का छुटकारे के लिए बना दिया। അതാണ് സുവിശേഷം. इसी को हम सुसमाचार कहते हैं। ദോഷികളായവരുടെ പ്രവൃത്തികളുടെ മേൽ ദൈവത്തിനൊരു പരമാധികാരമുണ്ട്.
बुरा करने वाला लोगों के ऊपर प्रभु की एक विशिष्ट अधिकार है। അതിനാൽ ദോഷികൾ നമ്മളുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുമ്പോൾ നാം അതിനെ നിരസിക്കരുത്. കാരണം അതിന്മേലൊരു ദൈവ പ്രവൃത്തിയുണ്ട്. നിരസിച്ചാൽ ദൈവ പ്രവൃത്തിയെ, ദൈവ പദ്ധതിയെയാണ് നാം നിരസിക്കുന്നത്. जो व्यक्ति आपके विरुद्ध में जब कार्य करता है, बुराइयां करते हैं, तब आप कभी डगमगाना नहीं। इसके पीछे एक प्रभु की हाथ है, आप बने रहना। आप उनको बुराइयों को रुकावट ना करें, क्योंकि अगर वो रुकावट आप करेगा तो प्रभु अपनी हाथ ना बढ़ाएगा। प्रभु आपको बढ़ाना चाहता है, उठाना चाहता है, आगे बढ़ाना चाहता है। प्रभु को कार्य करने आप अपने आप को दे दीजिए। നമുക്കൊരു വാക്യം വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 27-28 വാക്യങ്ങൾ. हम प्रेरितों का काम 4 अध्याय 27 और 28 वचन पढ़ेंगे। क्योंकि सचमुच तेरे सेवक यीशु के विरुद्ध में जिसका तूने अभिषेक किया, हेरोदेस और पितनियुस पिलातुस भी अन्य जातियों और इस्राएलियों के साथ इस नगर में इकट्ठा हुए कि जो कुछ पहले से तेरे सामर्थ और मति से ठहरा था वही करे। आमीन। ഹെറോദാവും അധികാരികളായ ഹെറോദാവും പീലാത്തോസും ജാതികളും സ്വന്തം ജനമായ ഇസ്രായേലും എല്ലാവരും അവിടെ ദൈവം അഭിഷേകം ചെയ്ത യേശുവിന് വിരോധമായി ഒന്നിച്ചു കൂടിയതായി നാം കാണുന്നു. हेरोद राजा, पुन्तियुस पिलातुस और अन्य जाति और इस्राएली लोग सब यीशु मसीह के विरुद्ध में वहां इकट्ठे हुए करके हम देख सकते हैं। എന്നാൽ അവിടെ നാം വായിക്കുന്നു, അത് സംഭവിക്കണം എന്നത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു. वहां हम देख सकता है जो कुछ पहले से तेरी सामर्थ्य और मति से ठहराया था कि वही करे। കർത്താവിനെ കൊല്ലുവാനുള്ള ആ ദോഷികളുടെ നിരൂപണം, കർത്താവ് കടന്നുപോയ കഷ്ടങ്ങൾ, അതിലൂടെയെല്ലാം ദൈവം തന്റെ പദ്ധതി പൂർത്തീകരിച്ചു. हालेलुया। हमारा प्रभु यीशु मसीह जो बुराइयों को सामना किया, उसी के द्वारा प्रभु अपनी कार्यों को मानव जाति के लिए, छुटकारे के लिए वो योजनाएं पूरा किया। യെശയ്യാവ് 53:10 നാം വായിക്കുന്നത് അവൻ അവന് കഷ്ടം വരുത്തി എന്നാണ്. हालेलुया। यशायाह नबी हालेलुया 53 का वचन में हम पढ़ता है, परमेश्वर ने हालेलुया यीशु मसीह को हालेलुया बुराइयों में से जाने को दे दिया। നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നെങ്കിൽ നമുക്കും ഉള്ള പദ്ധതി അങ്ങനെ തന്നെയാണ്. हमारा परमेश्वर का योजना यीशु मसीह के ऊपर उस तरीके से अगर है तो आपके जीवन के ऊपर इसी तरीके से योजनाएं हैं। അപ്പസ്തോല പ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനേകം കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നാണ്. प्रेरितों का काम 14 का 22 में इस प्रकार लिखा है, हमें बड़ी क्लेश उठाकर परमेश्वर के राज्य में प्रवेश करना होगा। आमीन। എന്നാൽ അതിൽ കൂടെയെല്ലാം, കഷ്ടങ്ങളിൽ കൂടെയെല്ലാം നമ്മെ കടത്തിവിട്ട് ദൈവം കൂടെ ഇരുന്ന് നമ്മെ അത് അക്കരെ എത്തിക്കും. കഷ്ടങ്ങളിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വമാക്കി തീർക്കും. हमारे जीवन में जो भी क्लेशों को आप सामना करता है, हर एक क्लेश से बाहर लाकर परमेश्वर आपके ऊपर जो योजनाएं हैं, जो वायदाएं हैं, उसको प्रभु पूरा करेगा। സങ്കീർത്തനം 34:19 നാം ഇങ്ങനെ വായിക്കുന്നു, भजन संगीता 34 का 19 में इस तरीके से हम पढ़ते हैं, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. पढ़िए। धर्मी पर बहुत सी विपत्तियां पड़ती तो है, परंतु यहोवा उसको उन सब से मुक्त करता है। आमीन। നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നുവരും, അനർത്ഥങ്ങൾ കടന്നുവരും. എന്നാൽ അതൊന്നും ദൈവം അറിയാതെയല്ല, അവ എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. हमारे जीवन में बड़े अनर्थ बातें, क्लेश बातें होते हैं, लेकिन आप घबराओ मत, आप डगमगाओ मत, आप टूट न जाओ। इस सरे में से प्रभु आपको छुड़ाएगा। സകലത്തിന്മേലും അധികാരമുള്ള പരമാധികാരിയായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. हालेलुया। परमाधिकारी, सब चीजों के ऊपर अधिकार रखने वाला एक सर्वशक्तिमान परमेश्वर को हम उपासना करते हैं। ഈ ദൈവത്തെ കുറിച്ചുള്ള 4 ബൈബിളിലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ
ധൈര്യത്തിനായി ഞാൻ പറയട്ടെ. परमेश्वर का बारे में 4 वचन आपकी धीरज के लिए मैं बड़ा बताना चाहता हूं. വെളിപ്പാട് 3:8 നാം ഇങ്ങനെ വായിക്കുന്നു. प्रकाशित वाक्य 3:8 में इस तरीके से हम पढ़ते हैं, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. देख मैंने तेरे सामने एक द्वार खोल रखा है जिसे कोई बंद नहीं कर सकता. आमीन. ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും അത് അടയ്ക്കാൻ സാധ്യമല്ല. अगर परमेश्वर ने आपके सामने एक दरवाजा अगर खोल कर रखा है तो ये धरती का कोई भी व्यक्ति, कितनी भी महान व्यक्ति हो, कोई भी छोटे व्यक्ति हो, वो दरवाजे को बंद नहीं कर सकता. യെശയ്യാവ് 43:13 നാം ഇങ്ങനെ വായിക്കുന്നു. यशायाह 43:13 में हम इस तरीके से पढ़ते हैं, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? मैं ही परमेश्वर हूँ और भविष्य में मैं ही हूँ. मेरे हाथ से कोई छुड़ा ना सकेगा. जब मैं काम करना चाहूँ तब कौन मुझे रोक सकेगा. आमीन. നമ്മുടെ ദൈവം പ്രവർത്തിച്ചാൽ തടുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. हमारा परमेश्वर जो कोई कार्य करने लगेगा उस हाथ से छुड़ाने के लिए किसी से नहीं हो पाएगा. യെശയ്യാവ് 14:27 മൂന്നാമത്തെ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. 27 37 में लिखा है, क्योंकि सेनाओं के यहोवा ने युक्ति की है और कौन उसको टाल सकता है. उसका हाथ बढ़ाया गया है, उसे कौन रोक सकता है. आमीन. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നതാർ. यहोवा परमेश्वर ने युक्ति की है और कौन उसको डाल सकता है. നമ്മുടെ ദൈവം ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റുവാനെന്നല്ല, അതിന്റെ ഒന്ന് ബലം കുറയ്ക്കുവാൻ, ദുർബലമാക്കുവാൻ കഴിയുന്നവരാരുമില്ല. हालेलुया. अगर हमारी परमेश्वर एक बात को निर्णय किया तो कोई भी व्यक्ति उसको दुर्बल नहीं कर सकता. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള 4ാമത്തെ കാര്യവും അതേ വാക്യത്തിൽ പറയുന്നു, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ. उसके बारे में 4था वचन वही लिखा है, हमारा परमेश्वर ने अपनी हाथ बढ़ाया है, उसको कौन रोक सकता है. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന് ദൈവം തന്റെ ഭുജം നീട്ടിയാൽ അത് മടക്കുവാൻ കഴിയുന്നവനാരും ലോകത്തിലില്ല. अगर आपके ऊपर प्रभु ने एक हाथ ऊपर किया तो उसको रुकावट करने वाला ये धरती पर कोई भी नहीं है. ഈ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. इसी सर्वशक्तिमान परमेश्वर की उपासना हम करते हैं. ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും, ये दुनिया पूरे आपका विरुद्ध हो जाए, ഈ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ये परमेश्वर अगर आपके साथ है तो നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും അസാധ്യമാകയില്ല. आपका जीवन में कोई भी बात असंभव नहीं होगा. നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. हम सिर्फ केवल यही काम करना है, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. परमेश्वर की चरणों में वफादारी में रहे. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. परमेश्वर का इच्छे के बिना, प्रभु की योजना के बिना आपके जीवन में कुछ भी नहीं होगा करके आप विश्वास कीजिए. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വന്നാലും പിറുപിറുക്കാതെ എന്റെ ദൈവം അറിഞ്ഞുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന പൂർണ്ണ ബോധത്തോടെ കൃതാർത്ഥരായിരിക്കുക. आपके जीवन में बुराइयां क्लेश हो सकता है, लेकिन आप बिल्कुल डगमगाए नहीं, बने रहे धीरज से. मेरा परमेश्वर का इच्छा के बिना कुछ भी मेरे जीवन में नहीं होगा करके आप विश्वास कीजिए. ദൈവം അതിൽ നിന്നുള്ള നന്മ പുറത്തു കൊണ്ടുവന്ന് ആ കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും. अगर देखना प्रभु उसके अंदर से जो भलाइयां हैं वो हमारे लिए लाएगा, और देखना उसमें से प्रभु आपको छुड़ाएगा. നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വമായി തീരും. हम और आपका जीवन परमेश्वर की महिमा के लिए योग्य बन जाएगा. ദൈവം ആഗ്രഹിച്ച പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായി ചെയ്തെടുക്കും. प्रभु जो आपके बारे में जो सोचा है वो प्रभु की योजना प्रभु बिल्कुल पूरा करेगा आपके लिए.
നിത്യതയിൽ നാം ചെന്നെത്തുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് അഭിമാനിക്കും. आप जब हालेलुया अनंत काल में परमेश्वर की चरणों में सामने सामने होते हैं, उस दिन प्रभु आपके ऊपर घमंड करेगा. വിശ്വസ്തനായ ദാസിയെ ദാസ എന്നുള്ള വിളി കേൾക്കുവാൻ ഇടയാകും. वफादार दास और दासी करके जो पुकार है प्रभु आपके बारे में उस समय करेगा. ഈ ഭൂമിയിൽ അനേകർക്ക് നമ്മെ അനുഗ്രഹമാക്കി തീർക്കും. ये धरती पर आप जब जीवित रहता है बहुत तेरे लोगों के लिए आप एक आशीष का कारण बनेगा. ഒരു ജോസഫിനെ കൊണ്ട് ഈ ഭൂലോകം മുഴുവൻ ഊട്ടിയ ദൈവം നമ്മെ കൊണ്ട് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കും. एक यूसुफ के द्वारा बहुत तेरे लोगों को दुनिया के बीच में खिलाया हुआ परमेश्वर आपके द्वारा बहुत तेरे लोगों को हालेलुया इस्तेमाल कराएगा, उपयोग बनाएगा. ഈ ദൈവത്തെ ഒരു നിമിഷം പോലും തള്ളിപ്പറയുവാനോ വിട്ടുമാറി നിൽക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. ये परमेश्वर से थोड़ा सा भी आप दूर न जाए, ना टुकराए. ദൈവം എന്നും നമ്മോട് കൂടെ വിശ്വസ്തനായിരിക്കും. आपकी हमारी परमेश्वर हमेशा हमारे साथ विश्वास से योग्य वफादार बने रहेगा. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ആത്മീയ കണ്ണുകളിൽ നിന്ന് തുറക്കട്ടെ. आपकी आत्मिक आंखें कृपा करके आप खोल दीजिए. ഈ ദൈവത്തോട് നമുക്ക് ചേർന്ന് നടക്കാം. ये परमेश्वर के साथ आप एक बार एक नजदीक होकर चलिए. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ये प्रभु का ये श्रेष्ठ वचन के द्वारा प्रभु में और आप सबको आशीष देने पाए. വചനം ശുശ്രൂഷിപ്പാൻ അവസരം തന്ന ദൈവദാസനോടും സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. प्रभु का वचन को बताने के लिए आपके साथ संगति करने के लिए सर्वशक्तिमान परमेश्वर ने मेरे जीवन में दिया हुआ अवसर के लिए मैं धन्यवाद करता हूं. God bless you all. Thank you. Thank you സിസ്റ്റർ ജി. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട വലിയ ദൈവിക സന്ദേശത്തെ ഞങ്ങൾക്ക് നൽകി തന്നെ ഈ ശ്രീ കരുണായുടെ സമയത്ത് ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും धाराளமாய் अनुग्रहिकटे. गॉड ब्लेस यू, गॉड ब्लेस यू. प्रभु का दास के लिए अभी ओम प्रकाश पास्टर जी प्रभु का दासी के लिए ओम प्रकाश पास्टर जी प्रार्थना करेंगे. नहीं, हालेलुया. ओके, विजय प्रार्थना कीजिए. हेलो विजय. हाँ सर. प्रार्थना कीजिए प्रभु का दासी के लिए. ओके सर, ओके. प्रभु जी हम धन्यवाद देते हैं मेरे महान खुदा सर्वशक्तिमान प्रभु. हम आपके पवित्र तले द्वारा आते हैं परमेश्वर. आपने हमें मौका दिया प्रभु प्रार्थना करने के लिए. प्रभु परमेश्वर पूरे विश्वास से पूरे दास के लिए प्रभु हम आपके पवित्र चरणों में आते हैं पिताजी. हम प्रार्थना करते हैं पिताजी प्रिय दास को प्रभु आज की वचन के द्वारा प्रभु जी आपने बात करने के लिए प्रभु बहुत सामर्थ्य शक्ति लिया और संभाल के रखा प्रभु. हम धन्यवाद देते हैं मेरे महान परमेश्वर. आपकी दया परमेश्वर, आपके अनुग्रह हुआ परमेश्वर पिता संभाल के प्रभु पिताजी उस वचन के द्वारा बात करने के लिए आपने सामर्थ्य पिताजी. इस वचन के द्वारा आपने बोलने सामर्थ्य पिताजी. उस वचन को हर एक जीवन में प्रभु आप उसके कार्य होने की हम प्रार्थना करते हैं मेरे खुदा में का प्रभु. हम धन्यवाद देते हैं मेरे महान प्रभु. आपकी महिमा हो प्रभु, आपकी दया हो पिताजी. हम धन्यवाद देते हैं पिताजी. जो कुछ आंखों से नहीं देखा किसी नहीं चला प्रभु उस वचन के द्वारा हर एक जीवन में ऐसे होने की हम प्रार्थना करते हैं मेरे खुदा. हम धन्यवाद देते हैं प्रभु. आज की वचन, आज की गवाहियां, आज के परमेश्वर प्रार्थना हर एक जीवन में प्रभु आपकी महिमा होने की हम प्रार्थना करते पिता. हम धन्यवाद देते हैं परमेश्वर संपूर्ण प्रभु जी. आपने आपने संभाल कर रखा राजा. हम धन्यवाद देते हैं मेरे प्रभु जी. आज की वचन के द्वारा प्रभु जी हम धन्यवाद देते हैं अपने दास को दासी को प्रभु पिता जो भी आज की वचन के द्वारा बात करने के लिए पूरे परिवार को प्रभु दासियों को प्रभु जी पूरे कलिसिया को प्रभु हम आपके हाथ में विश्वास हैं मेरे खुदा.
आप दया करें परमेश्वर फिर अगले पिताजी प्रार्थना करते हो जी अगले समय में तो देवदास से अच्छी से और बात करने के लिए समझाने के लिए प्रार्थना करते हैं मेरे खुदा। हम धन्यवाद देते हैं मेरे महान प्रभु पूरे दासदासियों को पूरे पिताजी छोटे बड़ों के लिए सब लोगों को हम तेरे यहाँ पेश करते हैं मेरे खुदा। आज के प्रभु जी ऑनलाइन प्रार्थना में हर एक लोगों की स्वास्थ्य के लिए हम प्रार्थना करते हैं मेरे खुदा जी। आप दया करें परमेश्वर।